ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പനീരിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ പനീർ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതിനു വേണ്ടി 2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മിൽമയുടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്ക് ആകുമ്പോൾ കൂടുതൽ പനീർ കിട്ടും. ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ തിളച്ച് വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങനീര് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കണം. അപ്പോൾ പാലിങ്ങനെ പിരിഞ്ഞു വരും. ഇതുപോലെ ഈ ഒരു സ്റ്റേജ് ആവുന്നത് വരെ നാരങ്ങനീര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നാരങ്ങനീരാണ് ഒഴിച്ചു കൊടുത്തത്. ചിലപ്പോൾ അതിലും കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. കനം കുറഞ്ഞൊരു കോട്ടൺ തുണി എടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം. നാരങ്ങയുടെ പുളി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മുകളിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിനൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് വെക്കുന്നുണ്ട്. വെള്ളം നന്നായി വാർന്നൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് ഒന്ന് അമർത്തി വെക്കണം. വെയിറ്റ് കൂടുതലായി പോകാനും പാടില്ല. ഇത് 2 മണിക്കൂർ ഇതുപോലെ വെക്കണം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. പനീർ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പനീർ വെച്ചിട്ട് നമുക്ക് പലവിധ വിഭവങ്ങളും ഉണ്ടാക്കാം. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം വരെയും കേടുകൂടാതിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.